ഞാൻ പതിവ് പോലെ പുലർച്ചെ തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. പല ഉദ്ദേശങ്ങളുമുണ്ട്. കുറച്ച് ഫിലിപ്പൈനി ഫ്രണ്ട് അവർ പാർക്കിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എൻജിനീയറിങ് എന്ന് പറഞ്ഞു. അവരെ ഭാഷ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് പറയാം. കാരണം ധൈര്യത്തിൽ പറയാം, കളിയാക്കൊന്നുമില്ല. അവർ അത് ശരിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ശരിയാക്കി തരും, പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസാണ്. നമ്മളെ നാട്ടിലാണല്ലോ നമുക്ക് സംസാരിച്ചാൽ തെറ്റിയാൽ പിന്നെ അതിൻ്റെ ആ പേര് പിന്നെ അത് തന്നെയായിരിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഞാൻ ആ എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ കോളേജാണോ അതേപോലെ കമ്പനിയാണോ ഒന്നും അറിയില്ല. അപ്പോൾ അതുവേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാനിവിടെയാണ് കേട്ടോ. പിന്നെ പാർക്കിൽ നടക്കുകയും ചെയ്യും, എക്സസൈസ് ഇവിടെ. ഇത് എൻ്റെ പ്രൈവറ്റ് ഒരു സ്ഥലമാണ്, അത്ര തിരക്കൊന്നുമില്ല. എപ്പോഴെങ്കിലും വല്ല കാർ പാർക്കിംഗ് ആണത്. കാർ പാർക്കിങ് കാറൊക്കെ വരുന്നു മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും വന്നെങ്കിലായി, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്വസ്ഥമായിട്ട് ചെയ്യും. പിന്നെ സൂര്യൻ ഉദിക്കുന്നവരെ അവിടെ ഇരുന്ന് ചെയ്യും. അങ്ങനെ ഞാനങ്ങനെ ഇങ്ങനെ പോയി നോക്കുകയാണ്. എനിക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല എവിടെയാണ് സ്ഥലം എന്നിപ്പോൾ. അത് അവർ ഇവർ പോണ സ്ഥലത്തേക്കാണ്. അതാണ് സംഭവങ്ങൾ. എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനത്തെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില മതിലുകൾ ഭംഗിയുള്ളത് കാണുമ്പോൾ, അതായത് നമ്മളവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്. അല്ലാതെ ഇവിടത്തേലും നല്ല നല്ല മതിൽ അവിടെയാണ്, നാട്ടിലാണുള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഈ മറ്റേ ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുള്ള മതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അവിടെ തന്നെയാണ് കാണാൻ പറ്റും. ഷെയ്ഖിൻ്റെ പാലസിൻ്റെ കോട്ടയുടെ മതിലും കൂടി ഗ്രാനൈറ്റും ഒന്നുമല്ല, സാധാ മതിലാണ്. അപ്പം ഈ വഴിയാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ എവിടെയാണ് എന്നൊരു പിടുത്തമില്ല. മടങ്ങേണ്ടി വരും. ഇവിടുന്ന് അവർ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് റൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് അവരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. പക്ഷെ അത് കാണുന്നില്ല, എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇതാണ് കേട്ടോ മതിൽ. അതായത് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നോക്കിയിരിക്കുകയോ, നമുക്ക് വെയിറ്റ് ചെയ്ത് അവിടെ സ്ഥലത്ത് ഇരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇരുന്നിട്ടില്ല, കാരണം ഞാൻ പൊടി വാരി വലിച്ച് നമ്മുടെ ദേഹത്താക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. പൊടി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ സൂര്യന് ശരിക്കും ഉദിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിക്കുള്ളൂ കേട്ടോ. ഇപ്പം സൂര്യൻ അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല, വരാറായിട്ടില്ല. കാരണം ഇത്തിരി ഒരു ഇരുട്ടോട് കൂടിയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരു 1.5 മണിക്കൂർ സൂര്യൻ ഉദിക്കാൻ നന്നായിട്ട് സൂര്യൻ ഉദിച്ച് വരാൻ ടൈം എടുക്കും. ഇപ്പോൾ സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബസ്, പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ചൂടുകാലത്ത് ഉണ്ടാവുന്ന പൂക്കളൊക്കെയാണ് ഇനി ഉണ്ടാവുക. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് എന്താ തോന്നുന്നത് അതൊക്കെ നിങ്ങളെ കാണിക്കുക, അത്രേ ഉള്ളൂ. ഇതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെ ഒക്കെ ഒരു നേരം പോക്ക്, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ ഒരുപാട്